ഹായ് ഓൾ, ദിസ് ഇസ് ലേക്ക് മാം വ്ളോഗ്സ്. അപ്പോൾ നമ്മൾ ഇന്ന് കിടങ്ങറയിൽ, കുട്ടനാട്ടിലെ കിടങ്ങറയിലാണുള്ളത്. അപ്പോൾ ഇവിടുത്തെ ബോട്ട് ചട്ടിയിൽ ചേട്ടൻ തൻ്റെ പുഷ്ടിയും മൈദയും പൈനാപ്പിൾ എസൻസും ഒക്കെ ചേർത്ത് ഒരു അടിപൊളി തീറ്റയാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഈ തീറ്റ നമ്മൾ സ്പൈഡർ ചൂണ്ടലാണ് സെറ്റ് ചെയ്യാൻ പോകുന്നത്. 3 സ്പൈഡർ ചൂണ്ടയാണ് ചേട്ടൻ്റെ കയ്യിലുണ്ടായിരുന്നത്. അപ്പോൾ എന്നോട് പറഞ്ഞ മോനെ സൂക്ഷിച്ച് ഉപയോഗിച്ചില്ലെങ്കിൽ പണി കിട്ടും. അതെന്താ സംഭവം എന്ന് എനിക്ക് മനസ്സിലായില്ല. അത് കണ്ടിട്ട് തന്നെ പേടിയാകുന്നു. അവിടെ ഇവിടെ എല്ലാം ചൂണ്ട ഇങ്ങനെ ചടിക്കുന്നതുകൊണ്ടായിരിക്കും പറഞ്ഞത്. എനിക്ക് മനസ്സിലായില്ല. അതിലെന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം. പിന്നെ അതിൽ തീറ്റ സെറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ള കാര്യം നമുക്ക് മനസ്സിലായി. അതിനുശേഷം ഈ ചൂണ്ടയിൽ എന്തൊക്കെ മീൻ കിട്ടും എന്ന് ഞാൻ ചോദിച്ചപ്പോൾ പുള്ളിയോട് പറഞ്ഞു രോഹു, കട്ടള, കൂരുവാള, തൂളി ഇങ്ങനെയുള്ള മീനുകളാണ് നമുക്ക് ഇതിൽ പിടിക്കാൻ പറ്റുന്നത് എന്ന് പറഞ്ഞ്. വേറെ എന്തെങ്കിലും മീൻ ഇതിൽ കിട്ടുമെങ്കിൽ നിങ്ങൾ അതും കൂടി ഒന്ന് കമൻറ്റ് ചെയ്യുക. നമുക്കറിയില്ല. നമ്മൾ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു സാധനം കാണുന്നത്. ഇങ്ങനെ ചൂണ്ടയിൽ ഇങ്ങനൊരു ചൂണ്ടയിൽ മീൻ പിടിക്കുന്നത് നമ്മൾ ആദ്യമായിട്ടാണ് കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിത് കണ്ടപ്പോൾ തന്നെ നമ്മളിറങ്ങി ഒരു വീഡിയോ എടുക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ തീറ്റയിൽ ആ ചൂണ്ട കൊളുത്തുന്നത് ഇങ്ങനെയാണ്. ഫുൾ ചൂണ്ടയും കൊളുത്തി വെക്കുന്നുണ്ട്. അപ്പോൾ അത്യാവശ്യം നല്ല ഒഴുക്കുള്ളൊരു ആറിൻ്റെ തീരത്താണ് ഈ ജെട്ടി ഇരിക്കുന്നത്. അപ്പോൾ നല്ല ഒഴുക്കുണ്ട് അവിടെ. അപ്പോൾ നമ്മൾ ആ ഒഴുക്കുള്ള സ്ഥലത്തോട്ട് തന്നെ എറിയാൻ പോവുകയാണ്. പക്ഷേ എറിയുന്നിടത്ത് ചെന്ന് വീഴുന്നിടത്ത് ചിലപ്പം ചൂണ്ട നിൽക്കില്ല. നല്ല ഒഴുക്കുള്ളതുകൊണ്ട് ചൂണ്ട അങ്ങ് പോകാൻ സാധ്യതയുണ്ട്. എന്നാലും ചേട്ടൻ അവിടെ അത് എറിയാൻ പോവുകയാണ്. അങ്ങനെ ചൂണ്ടയെല്ലാം അതിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എറിയാൻ തയ്യാറായിട്ടിരിക്കുകയാണ്. താണ്ടെ ചേട്ടൻ ആറ്റിലേക്ക്, ഒഴുക്കുള്ള ആറ്റിലേക്ക് അത് എറിയാൻ പോവുകയാണ്. ഫ്രണ്ട്സ്, അങ്ങനെ എറിഞ്ഞ ചൂണ്ട വേണ്ട നമ്മൾ അവിടെ കെട്ടി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പം മീൻ അടിച്ചാൽ ഈ ചരട് വലിയും. ആ കമ്പ് കുത്തി വെച്ചിരിക്കുന്ന കമ്പ് അവിടെ നിന്ന് തെറിച്ച് പോകും. അപ്പോൾ മീൻ ഉടക്കിയിട്ടുണ്ടെന്ന് നമുക്കറിയാൻ പറ്റും. അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അങ്ങനെ രണ്ടാമത്തെ ചൂണ്ടയും ചേട്ടൻ തീറ്റയൊക്കെ സെറ്റ് ചെയ്ത് എറിഞ്ഞിട്ടുണ്ട്. അപ്പോൾ 2 സൈഡിലായിട്ട് നമ്മൾ 2 ചൂണ്ടയാണ് ഇട്ടേക്കുന്നത്. അങ്ങനെ എറിഞ്ഞ ചൂണ്ടയിൽ രോഹുവാണ്, കട്ടറയാണ്, കുരുവളയാണ്, തൂളിയാണ്, ഏതാണോ ഉറക്കുന്നതെന്ന് നോക്കി നമ്മൾ ഒരുപാട് നേരം ആ വെയിലത്ത് അവിടെ വെയിറ്റ് ചെയ്ത് നിന്നെങ്കിലും അടിച്ച ഒരു മീനെ പോലും വലിച്ച് കരക്കയറ്റുന്ന കാണിക്കാൻ പറ്റാതെ ഞാൻ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്.